നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 1 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മാതൃസ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളോ ആശുപത്രിവാസത്തിനോ സാധ്യതയുള്ള ദിവസമാണത്. അനാവശ്യ ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും വർദ്ധിക്കാൻ ഇടയുണ്ട്. ദമ്പതികൾക്കിടയിൽ ചെറിയ കലഹങ്ങൾക്കോ വിവാഹ ബന്ധത്തിൽ വിള്ളലുകൾക്കോ സാധ്യത കാണുന്നതിനാൽ സംയമനം പാലിക്കുക. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മഹയം ആദ്യ പകുതി ഭാഗം. സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് മികച്ച സഹായ സഹകരണങ്ങൾ ലഭിക്കും. സ്ത്രീ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രകൾക്കോ തീർത്ഥാടനത്തിനോ സാഹചര്യമൊരുങ്ങും. എങ്കിലും വിശ്വസിച്ചവരിൽ നിന്ന് വഞ്ചന നേരിടാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. മിഥുനം രാശി, മകരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെയും ശരീരത്തെയും അസ്വസ്ഥമാക്കിയേക്കാം. ചില സാഹചര്യങ്ങളിൽ ധനനഷ്ടത്തിനോ മാനഹാനിക്കോ സാധ്യത കാണുന്നു. അതേസമയം ബാങ്കിംഗ് മേഖലയിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന ദിവസമാണിത്. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വളരെ കാലമായി അലട്ടിയിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മികച്ച തൊഴിൽ അവസരങ്ങൾ തേടിയെത്തും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ പരിഹരിക്കാനും കുടുംബത്തിൽ ഐക്യം നിലനിർത്താനും ഇന്ന് സാധിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. മറ്റുള്ളവരെ സഹായിക്കാൻ മുൻകൈയെടുക്കുമെങ്കിലും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതിനാൽ ശ്രദ്ധിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശത്രുതയ്ക്കോ നിയമപരമായ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. പക്വതയോടെയുള്ള ഇടപെടലുകൾ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. ബന്ധുജന സമാഗമം, ദാമ്പത്യ ഐക്യം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ അനുകൂലമായ സ്ഥലമാറ്റമോ ഉണ്ടാകാം. ബിസിനസ് രംഗത്തെ മാന്ദ്യം മാറി പുതിയ കരാറുകൾ ലഭിക്കാൻ സാഹചര്യമൊരുങ്ങും. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രാഷ്ട്രീയത്തിലും തൊഴിലിടത്തിലും നിലനിന്നിരുന്ന വിദ്വേഷം മാറിക്കിട്ടും. പുതിയ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സ്ഥാനക്കയറ്റം നേടാനും സാധിക്കും. ശത്രുതയിലായിരുന്നവർ മിത്രങ്ങളായി മാറാൻ ശ്രമിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്നുണ്ടായേക്കാം. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അന്യദേശവാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ തൃപ്തി ലഭിക്കാത്ത ഒരവസ്ഥ സംജാതമാകാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാൻ ഇടയുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ദിവസമാണിത്. ധനനഷ്ടം, അപമാനം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജലസംബന്ധമായ കാര്യങ്ങളിൽ അല്പം ഭയം തോന്നിയേക്കാം. എങ്കിലും ക്ഷമയോടെയുള്ള സമീപനം പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഹായിക്കും. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന മികച്ച ദിവസമാണിത്. സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാനും മക്കളുടെ കാര്യത്തിൽ സന്തോഷം അനുഭവിക്കാനും സാധിക്കും. ഉന്നത സ്ഥാനങ്ങൾ തേടിയെത്താനും കീർത്തി നേടാനും സാധ്യത കാണുന്നു. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹമായ തൊഴിലിടങ്ങളിൽ അവസരങ്ങൾ ലഭിക്കും. അപ്രതീക്ഷിതമായി ഭാഗ്യ അനുഭവങ്ങൾ തേടി വരാം. ശത്രുദോഷം ഒഴിവാക്കി കിട്ടും. സാമ്പത്തിക നേട്ടങ്ങളും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളും ഈ ദിവസത്തിന്റെ പ്രത്യേകതകളാണ്. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കാര്യങ്ങളിൽ തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നേരിടാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളും കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും അലട്ടിയേക്കാം. ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.